CPIM നേതാവ് സംസ്ഥാന കമ്മിറ്റി അംഗം അനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ്. അനിൽകുമാർ, ഒടുവിൽ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു സഹായം നൽകാൻ പോകുന്നില്ല. കാരണം 2221 കോടിയുടെ നിവേദനം നൽകിയത് വൈകിയാണ്. ഇന്നലെ എം സ്വരാജ് പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി വയനാട്ടിൽ വന്ന് കാട്ടിക്കൂട്ടിപ്പോയത് ഡിസാസ്റ്റർ ടൂറിസ്റ്റിനെ പോലെ പെരുമാറി എന്ന് പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. ഇവിടെ കൃത്യമായ നിലപാട്, 1 രൂപ തരാൻ പോകുന്നില്ല കേരളത്തിന്, തൊഴിൽന്യായങ്ങൾ പറയുകയാണ്. ഇതൊരു ദുരന്തമല്ലെന്നും 3 പഞ്ചായത്ത് വാർഡുകൾ മാത്രമാണ് ഒഴിച്ചുപോയതെന്നും ഒക്കെ ഈ ദുരന്തത്തിന് നേരെ കൊഞ്ഞനം കുത്തുന്ന സമീപനമാണ് RSSന്റെ അഖിലേന്ത്യാ നേതൃത്വവും BJP നേതൃത്വവും സ്വീകരിച്ചിട്ടുള്ളത്. ആ രാഷ്ട്രീയ തീരുമാനത്തെ നടപ്പാക്കുക എന്ന ലജ്ജാകരമായ നിലയാണ് ഇപ്പൊ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് കേരളത്തോടുള്ള BJPയുടെ RSSന്റെ തനി സമീപനം എന്താണ് എന്ന് തുറന്നു കാട്ടപ്പെടുന്ന നിമിഷങ്ങളാണ്. നിവേദനം വൈകി എന്ന് പറയുന്നത് ഒട്ടും വസ്തുതാപരമല്ല. കാരണം ദുരന്തമുണ്ടായി 10 ദിവസത്തിനകം കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരുടെ മാർഗനിർദ്ദേശത്തിലാണ് ആദ്യം നിവേദനം തയ്യാറാക്കിയത്. ആ നിവേദനം വൈകി എന്ന് പറയാനാവില്ല. ആദ്യ നിവേദനം തന്നെ 2000-ലേറെ കോടി രൂപ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിന്റെ 2ാം ഘട്ടമാണ് തുടർന്നുണ്ടായ മുഴുവൻ വസ്തുതകളെയും കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം തന്നെ വിലയിരുത്തിക്കൊണ്ട് എന്ത് വേണം. അതിന് പ്രാഥമികമായി ഈ ദുരന്തം L3-യിൽ പെടുന്നതാണോ ഇല്ലയോ എന്നുള്ള ചോദ്യമാണ്. അത്തരം തീവ്ര സ്വഭാവമുള്ള ദുരന്തമായിരുന്നില്ലെങ്കിൽ എന്തിനാണ് പ്രധാനമന്ത്രി വേഷം കെട്ടി ഈ വയനാട്ടിലേക്ക് വന്നത്? ഈ ദുരന്തത്തെക്കുറിച്ച് നല്ല ധാരണ കേന്ദ്രത്തിനുണ്ട് എന്ന് പ്രചരിപ്പിക്കപ്പെടുകയും അതിന്റെ ഭാഗമായി ഇതാ പ്രധാനമന്ത്രി ഒരു മിശുക വരുന്നത് പോലെ വാഗ്ദത്തമായി ഇവിടേക്ക് വരികയാണ് എന്നുള്ള പ്രചരണങ്ങളാണ് ഉയർന്നു വന്നത്. പിന്നെ എപ്പോഴാണ് അവർക്ക് നിലപാട് മാറ്റണം തോന്നിയത്? ഇത് വയനാട്ടിന്റെ വിഷയത്തിൽ മാത്രമല്ല, തുടർച്ചയായി കേരളത്തിലെ ഇടതുപക്ഷ കേരളത്തോട്, പ്രബുദ്ധ കേരളത്തോട്, പുരോഗമന കേരളത്തോട്, ഇന്ത്യയിൽ ഏറ്റവും അഭിമാനകരമായി ജീവിക്കുന്ന ഒരു സമൂഹത്തോട് കേന്ദ്ര സർക്കാരിന്റെ യുദ്ധമാണ്. ഇന്ത്യൻ യൂണിയൻ ഗവൺമെന്റ് കേരളത്തിനെതിരെ യുദ്ധം നടത്തി വരികയാണ്. തുറന്ന യുദ്ധത്തിലേക്ക് കടന്നിരിക്കുന്നു. സെൽകുമാർ, ഈ സാഹചര്യത്തിൽ പരിശോധിക്കപ്പെടേണ്ട മറ്റൊരു കാര്യമാണ്. ഇവിടെ അവർ പറയുന്ന ന്യായം നിങ്ങൾ നിവേദനം കൊടുക്കാൻ വൈകിയെന്നാണ്. സമാന സാഹചര്യത്തിൽ ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഹിമാചൽ പ്രദേശിലും ഗുജറാത്തിലും അടക്കം വലിയ തരത്തിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ഒരു നിവേദനവും നൽകാതെ തൊട്ടടുത്ത ദിവസം 6000-3000 കോടി സഹായം പ്രഖ്യാപിച്ചു. ഏത് നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ? അവിടെ അഡ്വാൻസ് കൊടുക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത്. അവിടെ നിവേദനങ്ങളെ ആവശ്യപ്പെട്ടിട്ടില്ല. നിവേദനങ്ങളുടെ പ്രശ്നം ഉദിക്കുന്നില്ല. അപ്പൊ ഇത് എല്ലാം തൊടുന്യായങ്ങളാണ്. കേരളത്തിന് പണം തരാതിരിക്കാനുള്ള തൊടുന്യായങ്ങൾ മാത്രമാണ് കേന്ദ്ര സർക്കാർ ഇപ്പൊ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതൊരു തരത്തിലും സ്വീകാര്യമല്ല. കേരളത്തിലെ ജനത ഈ വഞ്ചനയ്ക്കെതിരായി രംഗത്തിറങ്ങും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. ശരി, ശ്രീ അനിൽകുമാറാണ് ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചത്.